പ്രതിസന്ധികൾ നേരിടുമ്പോഴാണ് നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടാവുമെന്ന് തിരിച്ചറിയുന്നത്. എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുമ്പോൾ, സുഖലോലുപതയിൽ കാര്യങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലാതെ ഓടുമ്പോൾ ചിലപ്പോൾ നമുക്ക് കൂടുതൽ കൂട്ടുകാരെ ലഭിച്ചെന്ന് വരും. ആർക്കും സഹായിക്കാൻ കഴിയാത്തൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നത്, നമ്മൾ വിശ്വസിച്ച പലരും നമ്മുടെ കൂടെ ഇല്ലല്ലോ എന്നൊക്കെ തിരിച്ചറിയുന്നത്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് പ്രിയരെ, ഏത് പ്രതിസന്ധിയിലും കൈവിടാത്തൊരു കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു തിരിച്ചറിവായിരിക്കട്ടെ. മർക്കോസിന് സുവിശേഷം 4-ാം അധ്യായം 38-ാം വാക്യം. തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരം ഇല്ലയോ എന്ന് പറഞ്ഞു. നോക്കണേ, കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി ഒരു കടൽ യാത്രയാണ്. അധ്യായത്തിൻ്റെ ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ ഒരുമിച്ച് അലറിക്കരയുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇന്നുവരെ അവർക്ക് രക്ഷപ്പെടാൻ സാധ്യതയുള്ള പല കാറ്റുകളെയും അവർ കണ്ടിട്ടുണ്ട്. അവർക്ക് രക്ഷപ്പെടാൻ സാധ്യതയുള്ള പല തിരമാലകളും അവരുടെ യാത്രകളിൽ പടകിൽ തള്ളിക്കയറിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇതാ രക്ഷപ്പെടാൻ കഴിയാത്ത നിലകളിലാണ് ശക്തമായ കാറ്റടിക്കുന്നത്. എന്തു ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ടപ്പോൾ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുന്ന കർത്താവിനെ അവർ വിളിച്ചുണർത്തി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കർത്താവ് ഒന്നും അറിയാതെ കൂർക്കം വലിച്ചെടുത്ത് ഉറങ്ങുമായിരുന്നു? സത്യത്തിൽ ഇവരുടെ വിശ്വാസത്തെ പരീക്ഷിക്കുവാനും ഇവരേതൊക്കെയായിരിക്കും ഇവരുടെ പ്രതികരണമെന്നറിയാനുമാണ് തീർച്ചയായിട്ടും കർത്താവ് അങ്ങനെ ചെയ്തത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കുക, നമ്മുടെ നാട്ടിലൊക്കെ ഈ വള്ളംകളിയും അങ്ങനെയുള്ള മത്സരങ്ങൾ വരുമ്പോൾ ഏറ്റവും പ്രധാനിയായ, ഏറ്റവും എക്സ്പേർട്ടായ ഒരു തുഴക്കാരൻ അമരത്തുണ്ടാവും. ഉള്ള നിയന്ത്രണത്തിലാണ് ആ വള്ളത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനം, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. എത്ര ഓളമും തിരമാല അടിച്ചാലും അമരക്കാരൻ ശക്തനാണെങ്കിൽ അതിനകത്തിരിക്കുന്ന ഒറ്റ തുഴക്കാർക്കും ഭയമുണ്ടാവില്ല. എന്നതുപോലെ പ്രിയരെ, ഞാനൊരു കാര്യം പറയാം. ഇവിടെ ശിഷ്യന്മാർ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇത്രയുമെങ്കിലും വിശ്വസിക്കേണ്ടതായിരുന്നു, അമരത്ത് നാഥനുണ്ടല്ലോ എന്ന്. അത്രയും പോലും അവർക്ക് ഉറപ്പില്ലാതെ പോയി. നമ്മളും പലപ്പോഴും ഇങ്ങനെയൊക്കെയാണ്, വലിയ വിശ്വാസം പ്രസംഗിക്കുകയൊക്കെ ചെയ്യും, എന്നാലും പ്രയാസമുണ്ടാകുമ്പോൾ നമ്മളറിയാതെ തിരിഞ്ഞു നോക്കും, ഇനി എന്തു ചെയ്യുമെന്നത്. ഭാരപ്പെടല്ലേ, ദൈവം കൂടെയുണ്ട്. ഏത് കാറ്റിനെയും ശാസിക്കുന്ന, അവിടെയും അങ്ങനെ സംഭവിച്ചു. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. വലിയ ശാന്തത ഉണ്ടായി. നിങ്ങളുടെ ജീവിതത്തിലും നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും ശാന്തത നൽകുന്ന ഒരു കർത്താവ് നമുക്കായി ജീവിക്കുന്നു. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയമക്കൾക്കാട്ടും സ്തോത്രം. കർത്താവിൻ്റെ കരം നീട്ടി ഓരോരുത്തരും സഹായിക്കണമേ. ആവശ്യമായ ദൈവിക വിടുതൽ നൽകി ഞങ്ങളെ ആദരിക്കുന്ന ദൈവമാണ് അങ്ങെന്ന് പൂർണ്ണമായ വിശ്വാസത്തോടെ യാത്രയിൽ ഞങ്ങളെ സഹായിക്കണം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. Thank you for watching. God bless you.